നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചൊക്രമുടിയിൽ വീണ്ടും കയ്യേറ്റം. വിവാദ ഭൂമിയിൽ അതിക്രമിച്ച് കയറി കാട് വെട്ടിത്തെളിച്ചു. വിലക്ക് അവഗണിച്ച് ഭൂമിയിൽ കയറിയത് കയ്യേറ്റം നടത്തിയ അടിമാലി സ്വദേശിയുടെ തൊഴിലാളികൾ. നാട്ടുകാരും പോലീസും ചേർന്ന് അതിക്രമിച്ച് കയറിയവരെ ഇറക്കിവിട്ടു. ഭക്ഷ്യമന്ത്രി റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമിതിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി 27 മുതൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഇടുക്കി ജില്ലയിലെ റേഷൻ വ്യാപാരികളുടെ സംയുക്ത സംഘടന. റേഷൻ കടകൾ അടച്ചിട്ട് സമരം നടത്തുന്നത് വേതന പാക്കേജ് പരിഷ്കരിക്കുക, ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുമ്പിലും പ്രകടനവും ധർണയും നടത്തും. അടിമാലിയിൽ കാട്ടിറച്ചിയുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. അടിമാലി പോലീസിന്റെ പിടിയിലായത് പഴമ്പള്ളിച്ചാൽ വള്ളനമറ്റത്തിൽ ഷൈൻ, കണ്ണൂർ രാമമംഗലം സ്വദേശി ഹരീഷ് എന്നിവർ. ഇരുവരും പിടിയിലായത് കുപ്രസിദ്ധ കുറ്റവാളിയെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നതായി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ. കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദനക്കുറവും മൂലം പ്രതിസന്ധിയിൽ ഹൈറേഞ്ചിലെ പാവൽ കർഷകർ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ 50% ഉൽപാദനം കുറഞ്ഞു. കൃഷിയെ പ്രതിസന്ധിയിലാക്കി വിവിധ രോഗബാധയും. വിശദമായ വാർത്തകൾ. ചൊക്രമുടിയിൽ വീണ്ടും കയ്യേറ്റം. വിവാദ ഭൂമിയിൽ അതിക്രമിച്ച് കയറി കാട് വെട്ടിത്തെളിച്ചു. നീലക്കുറിഞ്ഞികളും നശിപ്പിച്ചു. കയ്യേറ്റം നടത്തിയ അടിമാലി സ്വദേശിയുടെ തൊഴിലാളികളാണ് വിലക്ക് അവഗണിച്ച് ഭൂമിയിൽ കയറിയത്. നാട്ടുകാരും പോലീസും ചേർന്ന് അതിക്രമിച്ച് കയറിയവരെ ഇറക്കിവിട്ടു. രാവിലെയാണ് തൊഴിലാളികൾ ചൊക്രമുടിയിലെത്തി പുൽമേടുകൾ വെട്ടിത്തെളിക്കാൻ തുടങ്ങിയത്. സംഭവം അറിഞ്ഞതോടെ ചൊക്രമുടി സംരക്ഷണ സമിതി പ്രവർത്തകരും രാജാക്കാട് പോലീസും സ്ഥലത്തെത്തുകയും കയ്യേറ്റ ശ്രമം തടയുകയും ചെയ്തു. കയ്യേറ്റം നടത്തിയ അടിമാലി സ്വദേശിയുടെ തൊഴിലാളികളാണ് വിലക്ക് അവഗണിച്ച് ഭൂമിയിൽ കയറിയത്. വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി കാട് വെട്ടിത്തെളിച്ചതിനൊപ്പം നീലക്കുറിഞ്ഞികളും നശിപ്പിച്ചതായി നാട്ടുകാർ പറഞ്ഞു. അതായത് ഈ മൈജോയുടെയും സിബിയുടെയും പണിക്കാരാണ്. അവന്മാർ ഒരു 5-8 മിഷനുമായിട്ട് കളവെട്ടുന്ന മിഷനായിട്ട് വന്നിട്ടാണ് ഈ പ്രദേശം മുഴുവൻ, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഇതിൻ്റെ പുറവശം കാണുന്ന ഈ പ്രദേശം മുഴുവൻ, അതായത് നീലക്കുറിഞ്ഞിയും അതുപോലെ ജൈവവൈവിധ്യങ്ങൾ നിറഞ്ഞ സസ്യജാലങ്ങളെല്ലാം ഉണ്ടായിരുന്നത് എല്ലാം വെട്ടി നശിപ്പിച്ചിരിക്കുക. അപ്പോൾ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും ഈ പട്ടയെ സംബന്ധിച്ച് വ്യക്തമായി ഇത് വ്യാജപ്പട്ടയമാണെന്നും ഇത് വ്യാജമായിട്ട് നിർമ്മിച്ച പട്ടയമാണെന്നും എല്ലാം വ്യക്തമായിട്ട് ഉണ്ടായിട്ട് പോലും ഗവൺമെൻറ് ഉചിതമായി നടപടിയെടുക്കാത്തതുകൊണ്ടാണ് ഈ കയ്യേറ്റക്കാർ വീണ്ടും വീണ്ടും ഇവിടെ കയ്യേറുകയും അതുപോലെ തന്നെ ഇതുപോലെ ഈ ജൈവസമ്പത്തെല്ലാം വെട്ടി നശിപ്പിക്കുകയും ചെയ്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നിരുത്തരവാദമായ സമീപനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കാരണം ആ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണ സമിതി വെച്ചു. അവരന്വേഷിച്ചിട്ടും ഈ സ്ഥലം വ്യാജമായിട്ടുണ്ടാക്കിയാണെന്നും ഇത് സർക്കാരിൻ്റെ പാറപ്പുറമ്പൊക്കെയാണെന്നും വ്യക്തമായിട്ട് അറിയാവുന്നിട്ട് പോലും ഒരു നടപടി എടുക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഈ കയ്യേറ്റക്കാർക്ക് ഇവിടെ യാതൊരു തടസ്സമില്ലാതെ വന്ന് IG പൂട്ടിയ പൂട്ടാണെങ്കിലും അതെല്ലാം തല്ലിപ്പൊളിച്ച് ഇവിടെ കയറാനും ഇതുപോലെ കുറഞ്ഞത് എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവരെല്ലാം കൈവശം നിൽക്കുന്ന ഈ കുറിഞ്ഞെല്ലാം അവർ വെട്ടി നശിപ്പിച്ചിട്ട് പോയതാണ്. നീലക്കുറിഞ്ഞി ചെടികൾ ഉൾപ്പെടെ അതീവ ജൈവ പ്രാധാന്യമുള്ള സസ്യങ്ങളാണ് നശിപ്പിച്ചത്. ഭൂമി കയ്യേറ്റത്തിന് നേതൃത്വം വഹിച്ച അടിമാലി സ്വദേശി സിബിയുടെ തൊഴിലാളികളും ഭൂമി വാങ്ങിയവരുടെ ആളുകളും എത്തിയാണ് പുൽമേടുകൾ വെട്ടിത്തെളിക്കാൻ ശ്രമിച്ചതെന്നും നാട്ടുകാർ പറഞ്ഞു. ഭൂരിഭാഗം വരുന്ന നൂറുകണക്കിന് ആദിവാസികളുടെയും അതുപോലെ വൈശന്മാര് താഴ്വരയിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ മണ്ണിട്ട് മൂടുന്ന സംവിധാനമാണ് ഇന്നിവർ നടത്തുന്നത്. ഇതിനകത്ത് ആരാണ് ഇവർക്ക് ഈ ഒത്താശ കൊടുക്കുന്നത്? സർക്കാരോ? ആരാണ് പറയണം? ഗവൺമെന്റ് മാന്യത കാണിക്കണം. ഇതിനകത്ത് റവന്യൂ വകുപ്പ് മാന്യത കാണിക്കണം. റവന്യൂ ഭൂമിയിൽ നീലക്കുറിഞ്ഞി മലനിരകൾ, അതായത് ഒരു നീലക്കുറിഞ്ഞി ഒടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ കേസ് എഴുതുന്ന ഫോറസ്റ്റുകാർ ഇത്രയും നീലക്കുറിഞ്ഞികൾ ഇവിടെ നശിപ്പിച്ചിട്ട് പോലും ഒരു കേസ് പോലും എഴുതാൻ തയ്യാറായിട്ടില്ല. ഈ നീലക്കുറിഞ്ഞി വെട്ടിയിട്ട ഈ നീലക്കുറിഞ്ഞി ഞാനെടുത്ത് കൈ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കേസെങ്കിലും എൻ്റെ പേരിൽ എഴുതണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ നീലക്കുറിഞ്ഞി വെട്ടിയിട്ട നീലക്കുറിഞ്ഞി കൈ പിടിച്ച ബൈജുവിൻ്റെ പേരിൽ കേസ് എഴുതുക എന്ന് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ അവസരത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഇത്രയും ഒരു ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടുകൾ ഇതിന് പിന്നിലുണ്ടെന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. സംഭവം ദേവികുളം സബ് കളക്ടറെയും റവന്യൂ അധികൃതരെയും അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയില്ലെന്നും പരാതിയുണ്ട്. ചൊക്രമുടിയിൽ കയ്യേറ്റം നടന്നെന്ന് വിവിധ സർക്കാർ ഏജൻസികൾ നടത്തിയ പരിശോധനയിൽ വ്യക്തമായിട്ടും നടപടികൾ വൈകുകയാണെന്ന ആരോപണം നിലനിൽക്കെയാണ് വീണ്ടും ഭൂമിയിൽ അതിക്രമിച്ച് കയറിയത്. ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ തുടർ നടപടികൾ വൈകുന്നു. നിലവിൽ നടപടി നേരിട്ട 4 ഉദ്യോഗസ്ഥരെ കൂടാതെ മറ്റു ചില ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടെന്നും അവർക്കെതിരെയുള്ള നടപടി ഒഴിവാക്കാനാണ് റവന്യൂ സംഘം അന്തിമ നടപടികൾ വൈകിപ്പിക്കുന്നതുമെന്നുമാണ് ആരോപണം. റവന്യൂ വകുപ്പിന്റെ നടപടികൾ വൈകുന്നതിനെതിരെ തുടർ സമരവുമായി മുന്നോട്ടു പോകുവാനാണ് ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ തീരുമാനം.
കഴിഞ്ഞ ഓഗസ്റ്റിലാണ് പരിസ്ഥിതി ലോല മേഖലയായ റെഡ് സോണിൽ ഉൾപ്പെടുന്ന ചൊക്രമുടിയിൽ സർക്കാർ പാറ പുറമ്പോക്ക് ഭൂമിയിൽ ഉൾപ്പെടെ ഭൂമി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും വിവാദമായത്. ഭൂമി കയ്യേറ്റത്തിൽ ഭരണകക്ഷി നേതാക്കൾക്ക് മുതൽ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് വരെ പങ്കുണ്ടെന്ന പരാതികൾ ഉയർന്നതോടെ മുൻ ഉത്തരമേഖല IG കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയമിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഭൂമി കയ്യേറ്റം സ്ഥിരീകരിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. ചൊക്രമുടിയിൽ ചെന്നൈ സ്വദേശിയായ മലയാളി വ്യവസായിയുടെയും പിതാവിന്റെയും പേരിലുള്ള 14 ഏക്കർ 69 സെന്റ് പട്ടയഭൂമിയുടെ സർവേ സ്കെച്ച് സർക്കാർ പാറ പുറമ്പോക്ക് കൂടി ഉൾപ്പെടുത്തി തയ്യാറാക്കിയെന്നും പരിശോധനകൾ നടത്താതെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയതായും പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പും അന്വേഷണം നടത്തുകയും ചൊക്രമുടിയിൽ ഭൂമി വാങ്ങിയവരുടെയും പട്ടയ ഉടമകളുടെയും വിചാരണ നടത്തുകയും ചെയ്തു. എന്നാൽ നടപടികൾ വൈകുന്നതിൽ തുടർ സമരവുമായി മുൻപോട്ട് പോകുവാനാണ് സംരക്ഷണ സമിതിയുടെ തീരുമാനം. ഈ ഹിയറിങ്ങിന് നീണ്ടുപോകുന്നല്ലാതെ ഇപ്പോൾ 3-4 മാസമായിട്ടും ഈ അവിടെ കുറ്റകൃത്യം ചെയ്ത ആളുകൾക്കെതിരെ യാതൊരു നടപടി സ്വീകരിക്കാനോ അവരുടെ പേരിൽ കേസെടുക്കാനോ ഒക്കെ തയ്യാറാത്തതുകൊണ്ട് തുടർ സമര പരിപാടികൾ കൊണ്ട് മുന്നോട്ട് പോകാനാണ് സമിതി തീരുമാനിച്ചിട്ടുള്ളത്. വിചാരണകളെല്ലാം പൂർത്തിയായെങ്കിലും ചൊക്രമുടിയിലെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിലും കയ്യേറ്റക്കാർക്കെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിക്കുന്നതിലും റവന്യൂ വകുപ്പ് അലംഭാവം തുടരുകയാണ്. പേരിന് വേണ്ടി മാത്രം അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും അതിന് കൂട്ടുനിന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നിലവിൽ നടക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരം ജില്ലാ സർവേ വിഭാഗം ചൊക്രമുടിയിൽ സർവേ നടത്തി ഭൂമി കയ്യേറ്റം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ ചെന്നൈ സ്വദേശിയായ വ്യവസായി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കളക്ടറേറ്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇടപെട്ടാണ് ചൊക്രമുടിയിൽ സർവേ നടത്തിയതും നിർമ്മാണ പ്രവർത്തനത്തിന് NOC നൽകിയതും. മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശം ദേവികുളം മുൻ തഹസിൽദാർ അതേപടി അനുസരിക്കുകയായിരുന്നു. റവന്യൂ മന്ത്രിയുടെ ഓഫീസിലെയും റവന്യൂ വകുപ്പിലെയും ചില ഉന്നതരും ജില്ലയിലെ ചില രാഷ്ട്രീയ നേതാക്കളും ഇടപെട്ടതുകൊണ്ടാണ് ചൊക്രമുടിയിൽ റെഡ് സോണിൽ ഉൾപ്പെടുന്ന സർക്കാർ ഭൂമിയിൽ കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്നതെന്നാണ് ആരോപണം. ഭക്ഷ്യമന്ത്രി റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമിതിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി 27 മുതൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഇടുക്കി ജില്ലയിലെ റേഷൻ വ്യാപാരികളുടെ സംയുക്ത സംഘടന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വേതന പാക്കേജ് പരിഷ്കരിക്കുക, ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ കടകൾ അടച്ചിട്ട് സമരം നടത്തുന്നത്. സമരത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുമ്പിലും പ്രകടനവും ധർണയും നടത്തും. റേഷൻ വ്യാപാരികളുടെ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ജില്ലയിലെ റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമിതി അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നത്. കേന്ദ്ര സർക്കാർ റേഷൻ വ്യാപാരികളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം പണം നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, കമ്മീഷൻ അതാത് മാസം നൽകുക, റേഷൻ വ്യാപാരികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തുക, 2021 KTPDS ഓർഡറിൽ ആവശ്യമായ ഭേദഗതി വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കേരളത്തിലെ 14,000-ൽ പരം റേഷൻ വ്യാപാരികൾ ഈ മാസം 27-ാം തീയതി തിങ്കളാഴ്ച മുതൽ കടയടച്ച് അനിശ്ചിതകാല സമരവുമായി ഇറങ്ങുവാനായിട്ട് നിർബന്ധിതരാകുകയാണ്. സർക്കാരുമായി പല പ്രാവശ്യം മന്ത്രിതലത്തിലുമൊക്കെ ചർച്ച നടത്തിയിട്ടും റേഷൻ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനോ അത് പരിഹരിക്കുവാനോ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. നമ്മുടെ വേതന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക, നമുക്ക് കിട്ടാനുള്ള കുടിശ്ശിക, നാമമാത്രമായ കുടിശ്ശിക അത് അതാത് മാസങ്ങളിൽ തരിക, കേന്ദ്രത്തിന്റെ റേഷൻ വ്യാപാര മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ഡയറക്റ്റ് പേയ്മെന്റ് എന്നീ കേന്ദ്രത്തിന്റെ നടപടികൾ മരവിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ റേഷൻ വ്യാപാര സംഘടനകളും ഒറ്റക്കെട്ടായി സമരരംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. രാജ്യത്തെ പൊതുവിതരണ സംവിധാനത്തെ ദുർബലപ്പെടുത്തി ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം പൂർണ്ണമായും കോർപ്പറേറ്റ് കുത്തകകളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിവരുന്നതെന്നും റേഷൻ കാർഡ് ഉടമകൾക്ക് നേരിട്ട് പണം നൽകുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് രാജ്യത്തെ പൊതുവിതരണ സംവിധാനത്തെ ദുർബലപ്പെടുത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. ഈ മേഖലയിൽ പണിയെടുക്കുന്ന 10,000-കണക്കിന് തൊഴിലാളികളുടെ ജീവിതമാർഗം ഇല്ലാതാക്കുന്ന നടപടിയാണിതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. വാർത്താ സമ്മേളനത്തിൽ താലൂക്ക് പ്രസിഡന്റ് സണ്ണി കോലോത്ത്, ഷിജോ കക്കാട്ട്, റജി മുകളേൽ, PB സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. അടിമാലിയിൽ കാട്ടിറച്ചിയുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. പഴമ്പള്ളിച്ചാൽ വള്ളനമറ്റത്തിൽ ഷൈൻ, കണ്ണൂർ രാമമംഗലം സ്വദേശി ഹരീഷ് എന്നിവരാണ് അടിമാലി പോലീസിന്റെ പിടിയിലായത്. കുപ്രസിദ്ധ കുറ്റവാളിയെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നതായി
പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. കുപ്രസിദ്ധ കുറ്റവാളി വീരപ്പൻ സന്തോഷ് എന്ന് വിളിക്കുന്ന ഇരുമ്പപാലം 14 മൈൽ നരിക്കുഴിക്കുന്നേൽ സന്തോഷ് തോമസിനെ പഴമ്പള്ളിച്ചാലിൽ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നതായി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കാട്ടിറച്ചിയുമായി 2 പേർ പോലീസിന്റെ പിടിയിലായത്. പഴമ്പള്ളിച്ചാൽ വള്ളനമറ്റത്തിൽ ഷൈൻ, കണ്ണൂർ രാമമംഗലം സ്വദേശി ഹരീഷ് എന്നിവരാണ് അടിമാലി പോലീസിന്റെ പിടിയിലായത്. ഇതിൽ പഴമ്പള്ളിച്ചാലിലുള്ള ഷൈന്റെ വീട്ടിൽ വീരപ്പൻ സന്തോഷിനെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചു. ഇത് പരിശോധിക്കാൻ പോലീസ് എത്തിയപ്പോഴാണ് വീടിന്റെ പുറകിൽ പാകം ചെയ്യാനുള്ള തയ്യാറെടുപ്പുമായി മ്ലാവിന്റെ ഇറച്ചി കണ്ടെത്തിയത്. 5 കിലോയോളം മ്ലാവിറച്ചി പോലീസ് കണ്ടെടുത്ത വനംവകുപ്പിന് കൈമാറി. അതേസമയം സന്തോഷ് തോമസിനെ ഒളിവിൽ താമസിക്കാൻ സഹായിച്ചതിന് പ്രതികൾക്കെതിരെ അടിമാലി പോലീസ് കേസെടുക്കുകയും പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വീരപ്പൻ സന്തോഷ് എന്നയാൾ കുറെ നാളുകൾക്ക് മുൻപ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ വധശ്രമം നടത്തിയ കേസിൽ ഒളിവിൽ തുടരുകയാണ്. വിൽപ്പനയ്ക്കായി വീട്ടിൽ വാറ്റി സൂക്ഷിച്ചിരുന്ന ചാരായവുമായി യുവാവ് പിടിയിൽ. തങ്കമണി പ്രകാശ് വെളിയങ്കുന്നത്ത് ജിനേഷിനെയാണ് തങ്കമണി എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളുടെ വീട്ടിൽ നിന്ന് 9 ലിറ്റർ വാറ്റ് ചാരായം കണ്ടെടുത്തു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ JNP ജോണിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ജിനേഷിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. വീടിനോട് ചേർന്ന ശുചിമുറിയിൽ വെച്ച് വാറ്റിയെടുത്ത ചാരായം 10 ലിറ്റർ കൊള്ളുന്ന കന്നാസിൽ വീടിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രിവന്റീവ് ഓഫീസർമാരായ ജിൻസൺ CN, ബിജു PA, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബിജി KJ, ഷീന തോമസ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. സ്വന്തം വാഹനത്തിന്റെ നമ്പരും മറ്റൊരു വാഹനത്തിന്റെ ചിത്രവുമായി അയ്യപ്പൻകോവിൽ മേരികുളം സ്വദേശിക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ പിഴ. മേരികുളം ശൗര്യാങ്കുഴിയിൽ ഷെറിൻ മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള ടാക്സി വാഹനത്തിനാണ് നിയമലംഘനങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പിഴ ചുമത്തിയിരിക്കുന്നത്. അയ്യപ്പൻകോവിൽ മേരികുളം ചേമ്പളം സ്വദേശിയായ ശൗര്യാംകുഴിയിൽ ഷെറിൻ മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള ജീറ്റോ മോട്ടോർ ടാക്സി വാഹനത്തിനാണ് തുടരെ പിഴകൾ ലഭിക്കുന്നത്. ഷെറിന്റെ ഭർത്താവ് സന്തോഷാണ് വർഷങ്ങളായി ഈ വാഹനം ഉപയോഗിക്കുന്നത്. നിയമലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഷെറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള KL 37D 5134 എന്ന വാഹനത്തിന് ലഭിക്കുന്ന പിഴയിൽ സ്കൂട്ടറിന്റെ ചിത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിത്രത്തിലുള്ള സ്കൂട്ടറിന്റെ നമ്പർ വ്യക്തവുമല്ല. ഇതിൽ കൊടുങ്ങല്ലൂർ സ്റ്റാർ ജംഗ്ഷനിൽ വെച്ച് നിയമലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സലീം എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കേസെടുത്തിരിക്കുന്നത്. കൂടാതെ നിരന്തരം നിയമലംഘനങ്ങൾ നടത്തി അന്യസംസ്ഥാനത്തേക്ക് വാഹനം ഓടിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി മറ്റു ചെല്ലാനുകളും സന്തോഷിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ചിത്രവുമില്ല. ഇത് ഏറെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതായി സന്തോഷ് പറയുന്നു. മേരികുളം സ്റ്റാൻഡിലാണ് ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. മോട്ടോർ ക്യാബ് ടാക്സിയാണ്. ഈ വണ്ടിക്ക് പെറ്റി കിട്ടിയിരിക്കുന്നത് മോട്ടോർ ക്യാബ് ടാക്സി എന്ന് പറഞ്ഞല്ല, സ്കൂട്ടി എന്ന് പറഞ്ഞതാണ്. സ്കൂട്ടിയുടെ നമ്പരോ തെളിച്ച് തന്നിട്ടില്ല. നേരിട്ടെടുത്തേക്കുന്നതായിട്ടാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. 4/1/2025 എനിക്കൊരു പെറ്റി വന്നതായിട്ട് ഫോണിലൊരു മെസ്സേജ് വന്നു. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഈ പരിഭാഗൻ എന്ന സൈറ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അത് ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഒരു പെറ്റി വന്നേക്കുന്നതാണെന്നും. അത് 4-5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് അടയ്ക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സ്കൂട്ടിയുടെ പടം വെച്ച് കൊടുങ്ങല്ലൂർ സ്റ്റാർ ജംഗ്ഷൻ NH17 എന്ന സ്ഥലത്ത് വെച്ചാണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതായിട്ടും 250 രൂപ ഫൈനടയ്ക്കണമെന്നും വണ്ടിയുടെ ഫോട്ടോ തന്നേക്കുന്നത് സ്കൂട്ടിയുടെയാണ്. അത് കേസെടുത്തിരിക്കുന്നത് ഓഫീസറുടെ പേരും ഒപ്പെന്ന് പറഞ്ഞേക്കുന്നത് സലീം K 874750 എന്നുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. 250 രൂപയാണ് പെറ്റി അടയ്ക്കാനായിട്ട് തന്നേക്കുന്നത്. അത് മോട്ടോർ വാഹന വകുപ്പിൽ RTO ഓഫീസിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞത് ഇത് എൻഫോഴ്സ്മെൻറ്റ് RTOയ്ക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ ഉപ്പുതറ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞത് ഇങ്ങോട്ട് വരിക, ഇവിടെ വന്നൊരു പരാതി എടുക്കുന്നതിന് ഞങ്ങൾ അന്വേഷിക്കാം. നിരന്തരം പിഴ ലഭിക്കുന്നതിനാൽ RTO ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് പരാതി നൽകാനാണ് ഉദ്യോഗസ്ഥർ മറുപടി നൽകിയത്. GPS സംവിധാനമുള്ള ഇത്തരം വാഹനങ്ങളിൽ പരിശോധന നടത്തി നടപടിയെടുക്കേണ്ടതിന് പകരം ഉദ്യോഗസ്ഥർ ഇരുട്ടിൽ തപ്പുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും സന്തോഷ് ആരോപിച്ചു. വാഹനം ടെസ്റ്റിംഗിനായി കൊണ്ടുവന്നപ്പോൾ പിഴയടയ്ക്കാതെ ടെസ്റ്റ് ചെയ്ത് നൽകാൻ സാധിക്കില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇതോടെ സന്തോഷ് പിഴ അടയ്ക്കുകയും ചെയ്തു. ഇടുക്കി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ മൂറോൻ കൂദാശയും പെരുന്നാളും 24, 25, 26 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ ചെറുതോണിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 25-ന് നടക്കുന്ന പൊതുസമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. 2002 ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഇടുക്കി സെന്റ് മേരീസ് യാക്കോബായ പള്ളി കോടതി ഉത്തരവ് പ്രകാരം അടച്ചുപൂട്ടിയിരുന്നു. പിന്നീട് പള്ളിയുടെ മുറ്റത്ത് നിർമ്മിച്ച പടുത ഷെഡിലാണ് പ്രാർത്ഥന നടത്തിയിരുന്നത്.
114 ഇടവകക്കാരുടെ സഹായത്തോടെ നിർമ്മിച്ച പുതിയ പള്ളിയുടെ മൂറാൻ കൂദാശയാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വ്യവഹാരങ്ങളും കോടതിയിലുള്ള തർക്കങ്ങളും തീരാത്തതിന്റെ ഭാഗമായി, അത് വലിയ കാലതാമസം വരുന്നതിന്റെ ഭാഗമായി ഇടവക ഒന്നടങ്കം തീരുമാനിച്ച് പുതിയൊരു ദേവാലയം വേണമെന്ന് ആഗ്രഹിച്ച് 2018 സ്വതന്ത്രമായ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. എൻ്റെ പേര് സെന്റ് പീറ്റേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ്. ആ ട്രസ്റ്റ് 2018 രൂപീകരിച്ച് അത് രജിസ്റ്റർ ചെയ്ത് ഈ സെന്റ് പീറ്റേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഏകദേശം 50 സെന്റ് സ്ഥലവും നമ്മൾ വാങ്ങി. അതിന്റെ പണം നമ്മൾ സഭാവിശ്വാസി ഇടവകയിൽ നിന്നും സഭയിലെ മറ്റ് വിശ്വാസികളിൽ നിന്നൊക്കെ നമ്മൾ സമാഹരിച്ചെടുത്ത് ആണ് ഈ സെന്റ് പീറ്റേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആ 50 സെന്റ് സ്ഥലവും നമ്മൾ വാങ്ങിയതും അത് രൂപീകരിക്കുകയും ചെയ്തു. പിന്നീട് 2023 ജൂലൈ മാസം 3-ാം തീയതി പുതിയൊരു ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രാർത്ഥനയോടെ ആരംഭിച്ച് ഇന്നത് ഏകദേശം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ മൂറോൻ അഭിഷേക കൂദാശ 2025 ജനുവരി മാസം 24-ാം തീയതി പരിശുദ്ധ സഭയുടെ മലങ്കര മെത്രാപ്പോലിത്തയും ആയിട്ടുള്ള ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമനസിന്റെ പ്രധാന കാർമ്മികത്തിലും ഇടവ മെത്രാപ്പോലിത്ത അഭിവന്യ സക്കറിയാസ് മോർ ഫീലക്സീനോസ് തിരുമനസിന്റെയും മറ്റ് സഭയിലെ മറ്റ് പിതാക്കന്മാരുടെ സഹകാർമ്മികത്തിലും നടത്തപ്പെടുകയാണ്. ഈ ഒരു സന്തോഷ സുദിനത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 24-ന് വൈകിട്ട് 4:30 മലങ്കര മെത്രോപ്പൊലിത്ത ജോസഫ് മോർ ഗ്രിഗോറിയോസ്, ഇടുക്കി ഭദ്രാസന മെത്രാപ്പൊലിത്ത സക്രിയാസ് മോർ ഫീലക്സീനോസ്, ഹോണവർ മിഷൻ മെത്രാപ്പൊലിത്ത യാക്കോബ് മാർ അന്തോണിയോസ് എന്നിവർക്ക് ചെറുതോണിയിൽ സ്വീകരണം നൽകും. 25-ന് രാവിലെ 10:30 നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സക്രിയാസ് മോർ ഫിലക്സീനോസ് അധ്യക്ഷത വഹിക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തും. ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, മറ്റ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വികാരി ഫാദർ അദായി പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ ജോയി മാടക്കപ്പള്ളിൽ, റോബിൻ എൻവീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓട്ടോ ടാക്സി യൂണിയൻ CATU ഏരിയ കമ്മിറ്റി പ്രവർത്തക യോഗം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി MC ബിജു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഓട്ടോ ടാക്സി യൂണിയൻ CATUവിന്റെ ഏരിയ കമ്മിറ്റി പ്രവർത്തക യോഗമാണ് സംഘടിപ്പിച്ചത്. CPIM ഏരിയ കമ്മിറ്റിയിൽ ചേർന്ന യോഗം ജില്ലാ സെക്രട്ടറി MC ബിജു ഉദ്ഘാടനം ചെയ്തു. ആ ജീവിതമാർഗമായി തേടുന്ന ഒരു വാഹനം എടുത്താൽ ആ വാഹനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വകാര്യവൽക്കരണത്തിലേക്ക് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ആ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നിടം മുതൽ ടാക്സ് അടയ്ക്കുന്നതടക്കം എല്ലാ കാര്യങ്ങളിലേക്കും ഇൻഷുറൻസിന്റെ മേഖല അടക്കം സ്വകാര്യവൽക്കരിക്കുമ്പോൾ അവർ തീരുമാനിക്കപ്പെടുന്നതാണ്. ഇതിന്റെ എല്ലാ നിബന്ധനകളും മുതലാളിമാർ തീരുമാനിക്കും. ഇതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ഇവിടെ കൊണ്ടും തീരുന്നില്ല. പിന്നെ റോഡ് ടാക്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നിയമനിർമ്മാണത്തിൽ മുഴുവൻ ആളുകളെയും ഏൽപ്പിക്കാൻ പോവാണ് സ്വകാര്യവൽക്കരണം. റോഡുകളെല്ലാം മുറിച്ചു വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ റോഡുകൾ മുറിച്ചു വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താ? ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ ടോൾ ഉണ്ടാവും. ആ ടോൾ കൊടുത്തുകൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. തൊഴിലാളികളുടെ അവകാശങ്ങളും ക്ഷേമങ്ങളും ഉറപ്പുവരുത്തുന്നതിനായി സംഘടന ശക്തിപ്പെടുത്തുക, പ്രവർത്തന മേഖലയ്ക്ക് കരുത്ത് പകരുക തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. ഫൈസൽ ജാഫർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംഘടനാ ജില്ലാ ജോയിന്റ് സെക്രട്ടറി CR മുരളി, CJ ജോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ പ്രസിഡന്റായി ഫൈസൽ ജാഫറിനെയും സെക്രട്ടറിയായി TM സുരേഷിനെയും ട്രഷററായി KT ദീപുവിനെയും തെരഞ്ഞെടുത്തു. KPSTA പീരുമേട് ഉപജില്ലാ സമ്മേളനവും യാത്രയയപ്പും വണ്ടിപ്പെരിയാറിൽ നടന്നു. പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനം KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ KPSTA ഉപജില്ലാ പ്രസിഡന്റ് M തങ്കദുരൈ അധ്യക്ഷനായിരുന്നു. KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വളർച്ചയുണ്ടായിട്ടുണ്ട്. മെമ്പർഷിപ്പിന്റെ എണ്ണം 185-ലേക്ക് എത്തി എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. കേൾക്കുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കാരണം അത്രയേറെ ചിട്ടയോടുകൂടി തന്നെ സബ് ജില്ലയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സബ് ജില്ലാ നേതൃത്വത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് കൂട്ടിച്ചേർത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മത്സരം തൊടുപുഴയുമായിട്ട് വേണം. അടുത്ത പ്രാവശ്യം 250 ആക്കണം, ഇന്നത്തെ പ്രാവശ്യം 350 ആക്കണം, അത് 500-ന് മുകളിൽ എത്തിക്കണം. അതിനുള്ള എല്ലാവിധ സഹകരണങ്ങളും നിങ്ങൾക്കുണ്ടാകും എന്ന് മാത്രമാണ് പറയുന്നത്.
സംസ്ഥാന സർവീസ് ചെയർമാൻ ടി ശിവകുമാർ, എം ഉദയസൂര്യൻ, വൈ സെൽവം, വനിതാ കൺവീനർ അൽഫോൻസ വിജയകുമാർ, എൻ വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂൾ HM എസ് ടി രാജ് അധ്യക്ഷനായിരുന്നു. KPST സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിജോയ് മാത്യു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അടുത്ത സെക്ഷനിലേക്ക് വരുമെന്നുള്ളത് കൊണ്ടായിരിക്കാം ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഈ അധ്യാപക ശ്രേഷ്ഠർക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. ഇത് സർവീസിൽ നിന്ന് വിരമിക്കുന്നത് ഒരു വിശ്രമ ജീവിതത്തിലേക്കൊന്നുമല്ല, തികച്ചും നമുക്ക് ഒരുപാട് വാതായനങ്ങൾ തുറന്നു കിടപ്പുണ്ട്. കാരണം സാമൂഹ്യ മേഖലകളിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് ധാരാളം സംഭാവനകൾ ചെയ്യാൻ, പ്രവർത്തിക്കാൻ ഇനിയും ധാരാളം അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ നന്നായി വിനിയോഗിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് സർവീസിൽ നിന്നും വിരമിക്കുന്ന കണ്ണമ്പടി സ്കൂൾ HM കെ ബാബു, ചോറ്റുപാറ സ്കൂൾ HM കെ സുഭാഷ്, കുമളി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ വി ഷൺമുഖസുന്ദരം, പെരുവന്താനം LP സ്കൂൾ അധ്യാപകൻ ജോർജുകുട്ടി ജോസഫ്, അഴുത LP സ്കൂൾ HM AM നസീമ, കാറ്റാടിക്കവല സ്കൂൾ അധ്യാപിക PSLV, കുമളി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പ്രമോദ് B, കുറ്റിപ്ലാങ്ങാട് ഹൈസ്കൂൾ അധ്യാപകൻ സിബി ജോസഫ് എന്നിവരെ ആദരിച്ചു. 2025-26 വർഷത്തെ പ്രസിഡന്റായി ജിനുമോൻ KM, സെക്രട്ടറിയായി E ജയ്ശീലൻ, ട്രഷററായി S സൂറത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു. കട്ടപ്പന അമ്പലക്കവല മൈത്രി നഗർ റോഡിനോട് അധികൃതർ അനാസ്ഥ കാട്ടുന്നതായി ആരോപണം. ഫണ്ട് അനുവദിച്ചിട്ടും കോൺട്രാക്ടർ മനഃപൂർവ്വം നിർമ്മാണം വൈകിപ്പിക്കുന്നതായാണ് ആക്ഷേപം. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള റോഡാണ് കട്ടപ്പന അമ്പലക്കവല മൈത്രി നഗർ റോഡ്. 35 വർഷങ്ങൾക്ക് മുമ്പാണ് റോഡ് ടാർ ചെയ്തത്. 25 വർഷങ്ങൾക്കുള്ളിൽ 2 തവണ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ കുണ്ടും കുഴിയുമായി മാറിയിട്ട് വർഷങ്ങളായി. 1 വർഷം മുമ്പ് റോഡ് ടാറിങ്ങിനായി വാർഡ് കൗൺസിലർ 9 ലക്ഷം രൂപ അനുവദിക്കുകയും ടെൻഡർ നടപടി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. നിരവധി ഇരുചക്ര വാഹനയാത്രക്കാർ റോഡിലെ കുഴിയിൽ വീണ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ഇതോടെ മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ പരാതികളും നൽകി. 3 ആഴ്ച മുമ്പ് കോൺട്രാക്ടർ JCB ഉപയോഗിച്ച് റോഡ് കുത്തിപ്പൊളിച്ചു. ഇത് കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെക്കുകയാണ്. ഈ അവസ്ഥയിൽ ഈ റോഡിന് ഒരു പുനർജന്മം അല്ലെങ്കിൽ ഇതിന്റെ റിപ്പയർ നടക്കാനായിട്ട് പരാമർശത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആരുമില്ല. ഈ സമീപ പ്രദേശത്ത് താമസിക്കുന്ന ഏകദേശം 120ഓളം കുടുംബങ്ങളും നിരവധി അന്യ വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നതാണ്. ആ ഒരു വലിയൊരു ഗർത്തം സംഭവിച്ചിരിക്കുകയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും വണ്ടിയുടെ അടിതട്ടി വണ്ടിയുടെ ഇഞ്ചിൻ സമ്പ് പൊട്ടി ഓയിൽ ഒഴുകി എഞ്ചിന് കനത്ത കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ്. 9 ലക്ഷം രൂപ ഉപയോഗിച്ച് 330 മീറ്റർ ദൂരമാണ് ടാർ ചെയ്യാൻ റോഡ് പൊളിച്ചിരിക്കുന്നത്. കൂടാതെ പാച്ച് വർക്കിനായി 2.5 ലക്ഷവും ഐറിഷ് ഓട നിർമ്മാണത്തിന് 4 ലക്ഷവും അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ കോൺട്രാക്ടർ നിർമ്മാണം താമസിപ്പിക്കുന്നതായാണ് പരാതി. യാതൊരു വിധത്തിലും നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ സാധിക്കാത്ത രീതിയിൽ വണ്ടി പോകുമ്പോൾ കല്ലുകൾ തെറിക്കുകയാണ്. അതുപോലെ തന്നെ ബൈക്ക് യാത്രക്കാർ മറിഞ്ഞു വീഴുകയാണ്. ഇത്രയും ശോചനീയമായ ഒരു അവസ്ഥ ഈ അടുത്ത നാളിലെങ്ങും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ റോഡ് ടാർ ചെയ്യാൻ വേണ്ട നടപടികൾ എത്രയും വേഗം നമ്മുടെ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും അധികൃതർ അടിയന്തരമായി ശ്രദ്ധിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കല്ലുകൾ തെറിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ്. നിരവധി സ്കൂൾ ബസ്സുകളും മറ്റ് വാഹനങ്ങളും കടന്നുപോകുന്ന റോഡിനോടാണ് അധികൃതർ അനാസ്ഥ കാണിക്കുന്നത്. 200ഓളം കുടുംബങ്ങൾ ഈ മേഖലയിൽ താമസിക്കുന്നുണ്ട്. എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ. റോഡ് സൈഡിലെ സ്ലാബില്ലാത്ത ഓട വാഹന കാൽനട യാത്രികർക്ക് ഭീഷണിയാകുന്നു. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ നിന്ന് കഞ്ഞിക്കുഴി SN സ്കൂളിലേക്കുള്ള ബൈപ്പാസ് റോഡിലാണ് സ്ലാബില്ലാത്ത ഓട വാഹന കാൽനട യാത്രികർക്ക് ഭീഷണിയാകുന്നത്. കഞ്ഞിക്കുഴി ടൗണിൽ നിന്ന് SN ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് മേരീസ് സ്കൂൾ, പോലീസ് സ്റ്റേഷൻ, റോസ്മെഡ് സ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള ബൈപ്പാസ് റോഡിലാണ് സ്ലാബില്ലാത്ത ഓട വാഹന കാൽനട യാത്രികർക്ക് അപകട ഭീഷണിയാകുന്നത്. നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന ഇടുങ്ങിയ പാതയിൽ വാഹനങ്ങൾ വരുമ്പോൾ മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ. ഇതിലൂടെ കുട്ടികളും മാതാപിതാക്കളും അടക്കം എല്ലാവരും സഞ്ചരിക്കുന്ന ഒരു വഴിയാണ്. ആ വഴിയിൽ ഇത്രയും വലിയ ഓട എത്രയും പെട്ടെന്ന് സ്ലാബിട്ട് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആകെയുള്ളൊരു അഭ്യർത്ഥന. ഇത് ഭാവിയിലേക്ക് ഭയങ്കരമായ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിരവധി സ്കൂൾ ബസ്സുകളും വിദ്യാർത്ഥികളും യാത്ര ചെയ്യുന്ന പാതയിലെ അപകട ഭീഷണി ഉയർത്തുന്ന ഓട മൂടുവാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അയ്യപ്പൻകോവിൽ മാട്ടുക്കടയിൽ ഏകസ്ഥരായ വനിതകൾക്ക് ഭവനമൊരുക്കി KCBC ഫാമിലി കമ്മീഷൻ. മെത്രാൻ പോൾ ആന്റണി മുല്ലശ്ശേരി കെട്ടിടത്തിന്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചു.
അവിവാഹിതരായ സ്ത്രീകളുടെ സമഗ്ര വികസനത്തിനും പുനരധിവാസത്തിനും ലക്ഷ്യം വെച്ചാണ് സൊസൈറ്റി ഓഫ് മരിയൻ സിംഗിൾസ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനായി KCBC ഫാമിലി കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ 9 അംഗങ്ങളുടെ ഭരണസമിതിയിൽ 2 സ്ഥാപനങ്ങളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. പുതിയ കെട്ടിടത്തിന്റെ കൂദാശാകർമ്മം മെത്രാൻ പോൾ ആന്റണി മുല്ലശ്ശേരി നിർവഹിച്ചു. ഏകസ്ഥ ജീവിതം നയിക്കുന്ന വ്യക്തികൾ, അത് സ്ത്രീകൾ, മാതാവിൻ്റെ നാമധേയത്തിൽ തന്നെ ഒരുമിച്ച് ഒരു കർത്താവിന് കൊടുക്കുന്ന ഒരു പ്രൈവറ്റ് വോവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് നോട്ട് എ പബ്ലിക് വോവ്. സിസ്റ്റേഴ്സൊക്കെ എടുക്കുന്ന പബ്ലിക്കാണ്, ഇതൊരു പ്രൈവറ്റ് വോവാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പ്രത്യേക ആചാരം ഇല്ലെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൈവറ്റ് വോവാണ്. ആ രീതിയിൽ ഉള്ള ഒരു ജീവിതമാണ്. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ, ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് വർഗീസ് കതിർപ്പറമ്പിൽ, ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ, ഫാദർ മാർട്ടിൻ തട്ടിൽ, ഫാദർ വർഗീസ് കുളമ്പള്ളിയിൽ, ഫാദർ തോമസ് കണ്ടത്തിൽ, വർഗീസ് വെട്ടിയാങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വിനോദസഞ്ചാര മേഖലയായിരുന്നിട്ടും മൂന്നാറിന് സ്വന്തമായൊരു തിയേറ്റർ എന്ന സ്വപ്നം ഇപ്പോഴും അകലെയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു മൂന്നാറിൽ പ്രവർത്തിച്ചു വന്നിരുന്ന തിയേറ്റർ അടച്ചുപൂട്ടിയത്. സ്വകാര്യ സംരംഭകരില്ലെങ്കിൽ സർക്കാർ ഉടമസ്ഥതയിലെങ്കിലും മൂന്നാറിലൊരു തിയേറ്റർ നിർമ്മിക്കണമെന്നാണ് സിനിമാ പ്രേമികളുടെയും വിനോദസഞ്ചാരികളുടെയും ആവശ്യം. ഏതാനും വർഷങ്ങൾക്കപ്പുറമായിരുന്നു തെക്കിന്റെ കാശ്മീരായ മൂന്നാറിൽ അവസാനമായി സിനിമാ പ്രദർശനം നടന്നത്. പഴയ മൂന്നാറിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്വകാര്യ തിയേറ്ററിന് പൂട്ട് വീണതോടെ മൂന്നാറുകാരുടെ തിയേറ്ററിൽ സിനിമ കാണുകയെന്ന മോഹനത്തിനും വിരാമമായി. 1.5 പതിറ്റാണ്ടിലധികം പിന്നിട്ടിട്ടും പുതിയൊരു തിയേറ്റർ പിന്നീട് മൂന്നാറിൽ തുറക്കാത്തത് പ്രദേശവാസികളെ എന്ന പോലെ സഞ്ചാരികളെയും നിരാശയിലാഴ്ത്തുന്നു. മറയൂർ, തേനി, ഉദുമൽപേട്ട, അടിമാലി തുടങ്ങിയ ഇടങ്ങളിലെ തിയേറ്ററുകളെയാണ് മൂന്നാറിലെ ആളുകൾ സിനിമ കാണുവാൻ ആശ്രയിക്കുന്നത്. സ്വകാര്യ സംരംഭകരില്ലെങ്കിൽ സർക്കാർ ഉടമസ്ഥതയിലെങ്കിലും മൂന്നാറിൽ ഒരു തിയേറ്റർ നിർമ്മിക്കണമെന്നാണ് സിനിമാ പ്രേമികളുടെ ആവശ്യം. മൂന്നാറിൽ ഞങ്ങൾക്കൊരു തിയേറ്ററിൽ ഇവിടെ ഇല്ല. ഞങ്ങൾക്ക് സിനിമ കാണാൻ പോകണമെങ്കിൽ ഞങ്ങൾ ഒന്നില്ലെങ്കിൽ അടിമാലി പോകണം, അല്ലെങ്കിൽ മറയൂർ പോകണം. പണ്ട് ഇവിടെ 2 തിയേറ്റർ ഉണ്ടായിരുന്നു. 2 തിയേറ്ററും അടച്ചു പൂട്ടി ഇപ്പോൾ റിസോർട്ടാക്കി. തിയേറ്ററില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊരു വിനോദസഞ്ചാര മേഖല ആയതുകൊണ്ട് പല ആൾക്കാരും തിയേറ്റർ അന്വേഷിച്ച് വരുന്നുണ്ട്. ഇവിടെ സിനിമ കാണാൻ യാതൊരു നിവൃത്തിയില്ല. അടച്ചുപൂട്ടിയ തിയേറ്ററിന് പകരം പുതിയ തിയേറ്റർ തുറക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ നിരവധി നിവേദനങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു. സർക്കാർ ഉടമസ്ഥതയിൽ തിയേറ്റർ നിർമ്മിക്കുവാൻ ആവശ്യമായ സ്ഥല ലഭ്യതയാണ് പ്രശ്നപരിഹാരത്തിന് തടസ്സമായി നിൽക്കുന്നതെന്നാണ് വിവരം. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ച് മൂന്നാറിൽ കുറ്റമറ്റൊരു തിയേറ്റർ നിർമ്മിച്ചാൽ അത് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കും പുത്തൻ ഉണർവാകും. കാഞ്ചാർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്നേഹത്തണൽ കൂട്ടായ്മയുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. രചയിതാവ് സോജൻ സ്വരാജ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. മുതിർന്ന പൗരന്മാരിലധികവും സ്ത്രീകളാണ്. അതിൽ തന്നെ 55% വിധവകളാണ്. മുതിർന്ന പൗരന്മാരിൽ വിവിധങ്ങളായ ആരോഗ്യ, മാനസിക, സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നു. ഇവരെ ഇത്തരം പ്രശ്നങ്ങൾ നേരിടാൻ പ്രാപ്തമാക്കുക, ആവശ്യമായ പിന്തുണ ഒരുക്കുക, വിവിധ സർക്കാരിതര ഏജൻസികളുടെ സേവനങ്ങൾ ലഭ്യമാക്കുക, സ്വയം ശാക്തീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സ്നേഹത്തണൽ രൂപീകരിച്ചിട്ടുള്ളത്. സംഘടനയുടെ വാർഷികാഘോഷം കാഞ്ചിയാർ പള്ളിക്കവര വനിതാ സാംസ്കാരിക നിലയത്തിൽ നടന്നു. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ സോജൻ സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. ഒന്ന്, നിങ്ങളൊരു പുതിയ മനുഷ്യരാണ്, അല്ലെങ്കിൽ പുതിയ ന്യൂജൻ പേരൻസ് എന്നുള്ളതാണ് നിങ്ങളോടുള്ള ഏറ്റവും വലിയ റെസ്പെക്റ്റ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയുടെ ഒരു പരിപാടിക്ക് എപ്പോൾ വിളിച്ചാലും വരുമെന്ന് ഞാൻ നേരത്തെ തന്നെ സന്ധി ചേച്ചിയോട് പറഞ്ഞു. എനിക്ക് അത്ര താല്പര്യമുള്ളൊരു കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ. പിന്നെ മറ്റൊന്ന്, ഇതുമായി എന്നെ കണക്ട് ചെയ്യിക്കുന്നത്, എന്നെ ഇവിടെ വിളിച്ചത് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും ഒരു എഴുത്തുകാരെന്ന നിലയിലും ആണ്. പക്ഷേ ഈ ഒരു ലെവലിൽ തന്നെ മറ്റ് പല പരിപാടികളിൽ ഞാൻ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ആപ്റ്റായ ഒരു പരിപാടിക്ക് ഞാൻ ഇന്നാണ് വൈകുന്നത്. അത് മറ്റൊന്നുകൊണ്ട് നിങ്ങളിങ്ങനെ മുന്നേ കിട്ടിയത് കൊണ്ടൊരു സന്തോഷത്തിന് പറയുന്നതല്ല. എനിക്ക് ഏറ്റവും സംസാരിക്കാനുള്ളത്, ഞാൻ ഏറ്റവും കടന്നു വന്ന മേഖല നിങ്ങൾ വയോധികരും അല്ലെങ്കിൽ മാതാപിതാക്കളുമായിട്ടുള്ള മേഖലയാണ്. ഞാൻ ഏറ്റവും ഉൾക്കൊണ്ട് ജീവിക്കുന്നത് ആ മേഖലയാണ്. പരിപാടിയിൽ വയോധികരുടെ വിവിധ കലാപരിപാടികൾ നടന്നു. സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PC തോമസ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി സന്ധ്യ ജയൻ, NV രാജു നിവർത്തിൽ, ബിൻസി ബെന്നി, രാജൻ മുല്ലൂപ്പാറ, ജോണി വടക്കൻ, ചാക്കോച്ചൻ തിരുവിക്കൽ, മത്തച്ചൻ കക്കാട്ട, സുലോചന തങ്കപ്പൻ, സരസമ്മ, ഗൗരിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു. കേരള മഹിളാ ഫെഡറേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ നടന്നു. സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാർ സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നതെന്ന് സമ്മേളനം കുറ്റപ്പെടുത്തി.
ഇടതുപക്ഷ സർക്കാർ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കൂത്താട്ടുകുളത്ത് നിന്ന് സ്വന്തം പാർട്ടിയിൽപ്പെട്ട നഗരസഭാ കൗൺസിലറെ CPMന്റെ നേതൃത്വത്തിൽ തട്ടിക്കൊണ്ടുപോയത്. പീഡനം നേരിടുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നതിന് പകരം അവരെ അപമാനിക്കുന്ന സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനും കുടുംബശ്രീകൾ CPMന്റെ പോഷക സംഘടനയാക്കുന്നതിനും വേണ്ടി LDF സർക്കാർ ശ്രമിക്കുന്നു. സമ്മേളനത്തിൽ AK തങ്കമ്മ അധ്യക്ഷയായിരുന്നു. CMB ജില്ലാ സെക്രട്ടറി KA കുര്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അൻസു AB, ശാന്ത ബേക്കർ, ഷിജി അനീഷ്, സൗദാമിനി കൃഷ്ണൻ, സരസ, ബിജു വിശ്വനാഥൻ, അനീഷ് ചേനക്കര, L രാജൻ, ബേക്കർ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സൗദാമിനി കൃഷ്ണൻ പ്രസിഡന്റായും AK തങ്കമ്മ സെക്രട്ടറിയുമായുള്ള 15-അംഗ ജില്ലാ കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ SC വിഭാഗത്തിന്റെ ഊരുകൂട്ടം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ SC വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനം ലക്ഷ്യവെച്ചുകൊണ്ടുള്ള പദ്ധതി രൂപീകരണമാണ് ഊരുകൂട്ടത്തിൽ നടന്നത്. സർക്കാരിൽ നിന്നും ആദിവാസി വിഭാഗങ്ങൾക്കായി അനുവദിച്ചിരിക്കുന്ന തുക ഏതൊക്കെ മേഖലയിൽ ഉപയോഗപ്പെടുത്തണമെന്നും ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനു വേണ്ടിയുള്ള അഭിപ്രായങ്ങൾ ജനങ്ങളോട് ചോദിച്ചറിയുന്നതിനും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും വേണ്ടിയാണ് ഊരുകൂട്ടം സംഘടിപ്പിച്ചത്. പരിപാടി അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. 24-25 സാമ്പത്തിക വർഷത്തിലെ ST വിഭാഗത്തിൽപ്പെട്ടവരുടെ പദ്ധതിയുടെ അവലോകനവും അതോടൊപ്പം തന്നെ 25-26 സാമ്പത്തിക വർഷത്തിൽ അവരുടെ പദ്ധതി രൂപീകരണത്തിന്റെ ഊരുകൂട്ടവുമാണ് ഇന്നിവിടെ നടന്നത്. അവർക്ക് വരുന്ന ഫണ്ടിൽ നിന്നും അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഗവൺമെന്റിന്റെ നോംസും കൂടെ ചേർത്തുകൊണ്ട് അവർക്ക് വേണ്ട പദ്ധതികൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭരണസമിതി ഇന്ന് ഊരുകൂട്ടം ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. പരിപാടിയിൽ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഊരുമൂപ്പന്മാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈമോൾ രാജൻ, നിഷമോൾ വിനോദ്, B വിനു, സെൽവകുമാർ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരട്ടയാർ വാഴവര സെന്റ് മേരീസ് ഹൈസ്കൂളിൽ അധ്യാപക രക്ഷകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. വാഴവര സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ 46-ാം വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവുമാണ് വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചത്. ഹെഡ്മാസ്റ്റർ മാത്യു ജോസഫ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. നല്ല മര്യാദയിലൊക്കെ ശീലങ്ങളൊക്കെ ഉണ്ടാകേണ്ടത് പ്രതിഫലിപ്പിക്കേണ്ടത് ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് സമൂഹത്തിലെ നിങ്ങളുടെ പെരുമാറ്റമൊക്കെ ഒരു മാന്യമായ രീതിയിൽ നന്മയുടെ പാതയുടെ നടക്കുമ്പോഴാണ് ഈ സ്വഭാവ രൂപീകരണത്തിൻ്റെയൊക്കെ ഫലം നമുക്ക് അറിയാൻ സാധിക്കുക. നമ്മുടെ തലമുറയെ രൂപപ്പെടുത്താനായിട്ട് നല്ല രീതിയിൽ സ്വഭാവ രൂപീകരണത്തിൽ ഒത്തിരി പരിശീലനങ്ങൾ വളരെ നല്ല എല്ലാ സ്കൂളിലുമൊക്കെ നൽകുന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസ സൗകര്യങ്ങളും സാധ്യതകളും ഒക്കെ നന്നായി വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ തന്നെയും ആനുപാതികമായ മാറ്റങ്ങൾ നമ്മുടെ നല്ല പെരുമാറ്റ രീതിയിൽ സമൂഹത്തിലുണ്ടാകുന്നില്ല എന്നൊരു കാര്യം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്ന പശ്ചാത്തലത്തിൽ ഞാൻ കരുതുകയാണ്. ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോർജ് തകിടിയൽ മുഖ്യ പ്രഭാഷണവും ഫോട്ടോ അനാച്ഛാദനവും നടത്തി. വാർഷികത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അവാർഡ് ദാനം നിർവഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PK മണികണ്ഠൻ സംസ്ഥാന ജേതാക്കളെ അനുമോദിച്ചു. തുടർന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന മേഴ്സി സെബാസ്റ്റ്യന് മാനേജ്മെന്റും സഹപ്രവർത്തകരും മൊമന്റോ കൈമാറി. സ്കൂൾ മാനേജർ ഫാദർ ജോസ് ചെമ്മരപ്പള്ളിൽ അധ്യക്ഷനായിരുന്നു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് തച്ചാപറമ്പിൽ, PTA പ്രസിഡന്റ് ഷാജി മടത്തുമുറി, MBTA പ്രസിഡന്റ് റൻസി കൊല്ലക്കൊമ്പിൽ, LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലിസി ഷാജി, സ്കൂൾ ലീഡർ അഭിനവ് M ബൈജു, അഭിലാഷ് ഈപ്പൻ, ജോസ് K സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനുവരി 26-ന് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരിപാടിയിൽ രാഷ്ട്രപതിയുടെ പ്രത്യേക ക്ഷണം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കട്ടപ്പന വാഴവര സ്വദേശിയായ ബിജു കുഴിയാനിപ്പള്ളി. ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷനിൽ 22 വർഷത്തെ സേവനത്തിന്റെ പശ്ചാത്തലത്തിലാണ് അപൂർവ നേട്ടത്തിന് ബിജു അർഹനായത്. കഴിഞ്ഞ 22 വർഷമായി ബിജു ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ മേഖലയിൽ ഇടുക്കി ജില്ലയിലെ 6ഓളം പഞ്ചായത്തുകളിൽ സേവനം ചെയ്യുന്നുണ്ട്. 2022-ൽ മൂന്നാർ മാട്ടുപ്പെട്ടിയിൽ KLD ബോർഡിൽ പഠനം പൂർത്തിയാക്കി. തുടർന്ന് സ്വദേശത്തെത്തി 2023-ൽ വാഴവര കേന്ദ്രീകരിച്ച് യൂണിറ്റും തുടങ്ങി. നിലവിൽ 60,000-ഓളം പശുക്കളെ ഇൻസിമിനേഷൻ ചെയ്തു.
KLD ബോർഡിന്റെ എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇവരുടെ നിർദ്ദേശമാണ് റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതിയുടെ ക്ഷണം ലഭിച്ചതിന് പിന്നിൽ. KLD ബോർഡാണ് എന്നെ റെക്കമെൻഡ് ചെയ്ത് ഇങ്ങനെ ഈ രാഷ്ട്രപതിയുടെ ക്ഷണം കിട്ടിയേക്കുന്നത്. അപ്പം അത് KLD ബോർഡിൽ നിന്ന് കൂടുതലായിട്ട് ശ്രമം എടുത്ത് ഇൻസുലേഷൻ നടത്തുന്ന പ്രൈവറ്റ് മേഖലയിലെ ഏറ്റവും കൂടുതൽ ഞാനാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം അടുത്ത മാസം മുതൽ ഈ പെൺകുട്ടികൾ മാത്രം ഉണ്ടാകുന്ന സെക്സ് ഓഫീസറും കൂടി ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം ക്ഷീരകർഷകർക്ക് അത് ഭയങ്കര ഗുണമാകും. പെൺകുട്ടികൾ മാത്രം ഉണ്ടാകുന്ന ഒരു ശ്രമമാണ് വരുന്നത്. അപ്പം അതും കൂടി ചെയ്യാനായിട്ട് അടുത്ത മാസത്തിലൊക്കെ തുടങ്ങും. ഈ കാർഷിക മൃഗസംരക്ഷണം എന്ന് പറയുമ്പോൾ ഭയങ്കര നഷ്ടത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ്. കർഷകർക്ക് അത് വളരെ നല്ല പെൺകുട്ടികളൊക്കെ ഉണ്ടായി കിട്ടുമ്പോൾ വളരെ നല്ലതാണ്. പിന്നെ ഇപ്പം എന്നെ ഇതിനു വേണ്ടി KLD ബോർഡ് റെക്കമെൻഡ് ചെയ്തു. അപ്പം 24-ാം തീയതി ഇവിടുന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോകും. 26-ാം തീയതി പരിപാടികളെല്ലാം പങ്കെടുത്തിട്ട് തിരിച്ച് വരവ് എന്നാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ബിജുവിനൊപ്പം ഭാര്യയ്ക്കും ക്ഷണം ലഭിച്ചു. അപൂർവ നേട്ടം തേടിയെത്തിയതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബം. അഭിനന്ദനങ്ങൾ നാട്ടിലെ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ നൽകുകയും ചെയ്തു. ഈ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ക്ഷീരകർഷകർക്ക് കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള മികച്ച സേവനങ്ങൾ നൽകാനുള്ള ഒരുക്കത്തിലാണ് ബിജു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദനക്കുറവും മൂലം പ്രതിസന്ധിയിലാണ് ഹൈറേഞ്ചിലെ പാവൽ കർഷകർ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ 50% ഉൽപാദനം കുറഞ്ഞു. വിവിധ രോഗബാധയും കൃഷിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഹൈറേഞ്ചിലെ പ്രധാനപ്പെട്ട തന്നാണ്ട് വിളകളിലൊന്നാണ് പാവൽ. മറ്റു കൃഷികളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ പരിപാലനവും അനുകൂലമായ കാലാവസ്ഥയും പാവൽ കൃഷിക്ക് അനിവാര്യമാണ്. എന്നാൽ ഇത്തവണ ഇടവിട്ടുണ്ടായ മഴയും മഞ്ഞും കാലാവസ്ഥയിലുണ്ടായ മാറ്റവും ഉൽപാദനത്തെ സാരമായി ബാധിച്ചു. ഈ വർഷം പാവൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥാ വ്യതിയാനം പാവൽ കൃഷിയെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. ഉൽപാദനം വളരെ കുറവാണ്. പിന്നെ കടുത്ത മഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ ഈ രോഗങ്ങൾ കൂടുകയാണ്. ഈ പാവലിൻ്റെ നൂല് കരിച്ചിൽ, ഇല മഞ്ഞെളുപ്പ് ഇങ്ങനെയുള്ള രോഗങ്ങൾ കൂടുതലായതുകൊണ്ട് പിന്നെ ഇതിനും അടിക്കേണ്ട കീടനാശിനിക്കൊക്കെ വലിയ വില കൂടുതലാണ്. അത് വലിയ നഷ്ടത്തിലാണ് കൃഷി. മുൻവർഷത്തേക്കാൾ വില അല്പം കൂടി മെച്ചപ്പെട്ട വിലയുണ്ട് ഉൽപ്പാദനം കുറവായതുകൊണ്ട്. എങ്കിൽ പോലും നമുക്ക് വലിയ ലാഭത്തിലൊന്നും പോകില്ല. നഷ്ടമില്ലാതെ അങ്ങോട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റും, അതേ ഉള്ളൂ. ജലലഭ്യത ഈ വർഷം ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞാലേ അറിയാൻ പറ്റുകയുള്ളൂ. ഇടയ്ക്ക് മഴ ലഭിച്ചതുകൊണ്ട് വെള്ളമൊക്കെ ഉണ്ട്. പക്ഷെ കടുത്ത ചൂട് ആയി കഴിയുമ്പോൾ ഉൽപ്പാദനം തീരെ കുറഞ്ഞു പോകും. ഉൽപാദനക്കുറവിനൊപ്പം പാവലിന് മഞ്ഞപ്പും ഇല കരിച്ചിലും പോലുള്ള രോഗബാധയും വ്യാപകമാണ്. ഇതിനെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ മരുന്നുകളുടെയും വളങ്ങളുടെയും വില വർധനവും കർഷകർക്ക് ഇരട്ടി പ്രഹരമാണ് സമ്മാനിക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ക്ലൈമറ്റ് നാച്ചുറൽ സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 96, വിൽപ്പനയ്ക്ക് വന്നത് 22,219, വിൽപ്പന നടന്നത് 18,837. കൂടിയ വില 3,302, ശരാശരി വില 3,059. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 635 രൂപ, ഏലം കൂടിയ വില 2,950, ഏലം ശരാശരി വില 2,800. കാപ്പിപ്പരിപ്പ് 400, ഗ്രാമ്പു 900, കൊക്കോ 170, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,525 രൂപ, വെള്ളി 104.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൊക്രമുടിയിൽ വീണ്ടും കയ്യേറ്റം. വിവാദ ഭൂമിയിൽ അതിക്രമിച്ച് കയറി കാട് വെട്ടിത്തെളിച്ചു. വിലക്ക് അവഗണിച്ച് ഭൂമിയിൽ കയറിയത് കയ്യേറ്റം നടത്തിയ അടിമാലി സ്വദേശിയുടെ തൊഴിലാളികൾ. നാട്ടുകാരും പോലീസും ചേർന്ന് അതിക്രമിച്ച് കയറിയവരെ ഇറക്കിവിട്ടു. ഭക്ഷ്യമന്ത്രി റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമിതിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി 27 മുതൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഇടുക്കി ജില്ലയിലെ റേഷൻ വ്യാപാരികളുടെ സംയുക്ത സംഘടന. റേഷൻ കടകൾ അടച്ചിട്ട് സമരം നടത്തുന്നത് വേതന പാക്കേജ് പരിഷ്കരിക്കുക, ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുമ്പിലും പ്രകടനവും ധർണയും നടത്തും. അടിമാലിയിൽ കാട്ടിറച്ചിയുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. അടിമാലി പോലീസിന്റെ പിടിയിലായത് പഴമ്പള്ളിച്ചാൽ വള്ളനമറ്റത്തിൽ ഷൈൻ, കണ്ണൂർ രാമമംഗലം സ്വദേശി ഹരീഷ് എന്നിവർ. ഇരുവരും പിടിയിലായത് കുപ്രസിദ്ധ കുറ്റവാളിയെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നതായി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദനക്കുറവും മൂലം പ്രതിസന്ധിയിൽ ഹൈറേഞ്ചിലെ പാവൽ കർഷകർ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ 50% ഉൽപാദനം കുറഞ്ഞു. കൃഷിയെ പ്രതിസന്ധിയിലാക്കി വിവിധ രോഗബാധയും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.